ഒരു ചോദ്യം ചോദിക്കട്ടെ? എപ്പോഴെങ്കിലും ഓഫീസിലോ വീട്ടിലോ എത്തിയിട്ട് ഞാൻ ഇവിടെ എത്തിയതുപോലും അറിഞ്ഞില്ലല്ലോ എന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും അതിന്റെ രുചി പോലും ഓർമ്മയില്ലാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇനി അതുമല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു പ്രധാന കാര്യം നിങ്ങൾ അറിയണം. ഈ സമയത്തൊക്കെയും നിങ്ങൾ ജീവിക്കുകയായിരുന്നില്ല. നിങ്ങളുടെ മസ്തിഷ്കം ഓട്ടോ പൈലറ്റ് മോഡിലായിരുന്നു. അതായത് ശ്രദ്ധയില്ലാതെ ശീലങ്ങളുടെ നിയന്ത്രണത്തിൽ ജീവിച്ചു പോകുന്ന അവസ്ഥ. നമ്മളിൽ പലരും ഇങ്ങനെയാണ് ജീവിക്കുന്നത്. അടുത്തതായി എന്ത് ചെയ്യണം, നാളത്തെ പ്ലാനുകൾ എന്തെല്ലാമാണ്, ഇന്നലെ നടന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ മനസ്സ് നൂറ് ചിന്തകളിലാണ്. അപ്പോൾ നമുക്ക് മുന്നിലുള്ള ഈ നിമിഷം കൈവിട്ടു പോകുന്നു. എന്നാൽ ജീവിതം സംഭവിക്കുന്നത് ഈ നിമിഷത്തിലാണ്. ഓട്ടോ പൈലറ്റ് മോഡ് എന്തുകൊണ്ടാണ്? നമ്മുടെ മസ്തിഷ്കം അതിശയകരമായ ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു കാര്യം അറിയാമോ? നമ്മുടെ ശരീരം ഉപയോഗിക്കുന്ന മൊത്തം ഊർജത്തിന്റെ വലിയൊരു ഭാഗം ഉപയോഗിക്കുന്നത് നമ്മുടെ മസ്തിഷ്കമാണ്. അതുകൊണ്ട് ഓരോ ചെറിയ കാര്യത്തിനും ഓരോ തവണയും പുതിയതായി ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിന് വളരെ ചെലവേറിയ കാര്യമാണ്. അതുകൊണ്ട് മസ്തിഷ്കം ഒരു ബുദ്ധിപരമായ മാർഗം കണ്ടെത്തി. ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ ഓട്ടോ പൈലറ്റ് ആക്കുക. പല്ല് തേക്കുക, നടക്കുക, വണ്ടിയോടിക്കുക, വീട്ടിലേക്കുള്ള എന്നും പോകുന്ന വഴി കണ്ടെത്തുക. ഇതെല്ലാം ഓരോ ദിവസവും ആലോചിച്ച് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ തലച്ചോറ് വളരെ വേഗം ക്ഷീണിച്ചു പോകുമായിരുന്നു. അതിനാൽ ഊർജം ലാഭിക്കാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി ശ്രദ്ധ മാറ്റിവെക്കാനുമായി മസ്തിഷ്കം ഈ ജോലികളെ ഓട്ടോമാറ്റിക്കാക്കി മാറ്റുന്നു. ഇതുവരെ എല്ലാം നല്ലതാണ്. പക്ഷെ പ്രശ്നം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ ഓട്ടോ പൈലറ്റ് മോഡ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളെയും നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. കുട്ടികളോടൊപ്പം ഇരിക്കുമ്പോൾ മനസ്സ് ജോലിയിലായിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ നോക്കുകയോ അടുത്ത ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നു. സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അടുത്ത മീറ്റിങ്ങിനെക്കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. നമ്മുടെ ശ്രദ്ധയും ചിന്തകളും മനസ്സും എപ്പോഴും മറ്റെവിടെയോ ജീവിക്കുകയാണ്. എന്നാൽ ജീവിതം സംഭവിക്കുന്നത് ഈ നിമിഷത്തിലാണ്. അറിയപ്പെടുന്ന ബുദ്ധിസ്റ്റ് സന്യാസിയും പീസ് ആക്ടിവിസ്റ്റും എഴുത്തുകാരനും കവിയും ഒക്കെയായിരുന്ന തിച്ച് നാറ്റ് ഹാൻ അദ്ദേഹത്തിന്റെ ദ മിറക്കിൾ ഓഫ് മൈൻഡ്ഫുൾനെസ് എന്ന പുസ്തകത്തിൽ ഒരു മനോഹരമായ കാര്യം പറയുന്നുണ്ട്. അത്ഭുതം വെള്ളത്തിൽ നടക്കുന്നതല്ല, അത്ഭുതം ഭൂമിയിൽ പൂർണ്ണ ബോധത്തോടെ നടക്കുന്നതാണ്. അതുതന്നെയാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്നത് മനസ്സ് ശൂന്യമാക്കലല്ല, ചിന്തകൾ ഇല്ലാതാക്കലുമല്ല. ഈ നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്നുവോ അത് പൂർണ്ണ ബോധത്തോടെ ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങൾ ശ്വാസം എടുക്കുകയാണോ അത് അറിയുക. നിങ്ങൾ നടക്കുകയാണോ അത് അനുഭവിക്കുക. നിങ്ങൾ ചായ കുടിക്കുകയാണോ അതിൻ്റെ ചൂടും മണവും രുചിയും ശരിക്കും ശ്രദ്ധിക്കുക, അനുഭവിക്കുക. കാരണം ജീവിതം സംഭവിക്കുന്നത് പിന്നീട് അല്ല, ഇപ്പോഴാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇത് നമ്മുടെ തലച്ചോറിനുള്ള ഒരു ന്യൂറോ ട്രെയിനിങ് ആണ്. ഓരോ തവണയും നാം ബോധപൂർവം ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനെ ഒരു പുതിയ ശീലം പഠിപ്പിക്കുകയാണ്. ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് തലച്ചോറിനെ മാറ്റി ബോധപൂർവമായ ശ്രദ്ധയിലേക്കും വർത്തമാന നിമിഷത്തിലേക്കും കൊണ്ടുവരാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്ത് നോക്കിയാലോ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഒരു ആഴത്തിലുള്ള ശ്വാസം എടുക്കൂ. വായു അകത്തേക്ക് കടക്കുന്നത് ശ്രദ്ധിക്കൂ. ആ ശ്വാസം പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിക്കൂ. നിങ്ങളുടെ കാലുകൾ നിലത്ത് സ്പർശിക്കുന്നത് അനുഭവിക്കൂ. ചുറ്റുമുള്ള ശബ്ദങ്ങൾ കേൾക്കൂ. ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾ പൂർണ്ണമായി സന്നിഹിതനാണ്. ഇതാണ് മൈൻഡ്ഫുൾനെസ്. ഇത്രയും ലളിതം. ഇന്നത്തേക്ക് ഒരു ചെറിയ ചലഞ്ച്. അടുത്ത പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ മാറ്റിവെക്കൂ. പൂർണ്ണ ശ്രദ്ധയോടെ കഴിക്കൂ. രുചിയും മണവും ഓരോ ചവയ്ക്കലും ശരിക്കും അനുഭവിക്കൂ. അതിനുശേഷം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ? കാരണം ജീവിതം മാറുന്നത് വലിയ തീരുമാനങ്ങളിലൂടെയല്ല, ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കാൻ പഠിക്കുമ്പോഴാണ്.